വടക്കൻ കേരളത്തിൽ ആദ്യമായി തലയോട്ടി വൈകല്യം ബാധിച്ച ശിശുക്കൾക്ക് വിജയകരമായ ശസ്ത്രക്രിയ പൂർത്തിയാക്കി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ. ജില്ലയിലെ 5ഉം 7ഉം മാസം പ്രായമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് സങ്കീർണ ശസ്ത്രക്രിയ നടത്തിയത്. പ്രമുഖ പീഡിയാട്രിക് ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. കുഞ്ഞുങ്ങളിൽ ഗർഭാവസ്ഥയിൽ തന്നെ രൂപം കൊള്ളുന്ന തലയോട്ടിയുടെ വളർച്ചയിലെ ജന്മനാ വൈകല്യമായ ക്രേനിയോസിനോസ്റ്റെനോസിസ് രോഗത്തിനായുള്ള ആധുനിക ചികിത്സാരീതിയായ ഫ്രണ്ടോ ഓർബിറ്റൽ അഡ്വാൻസ്മെന്റ് റീകൺസ്ട്രക്ഷൻ ശസ്ത്രക്രിയയാണ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ വിജയകരമായി പൂർത്തിയാക്കിയത്. ജില്ലയിലെ 5ഉം 7ഉം മാസം പ്രായമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഈ സങ്കീർണ ശസ്ത്രക്രിയ നടത്തിയത്. പ്രമുഖ പീഡിയാട്രിക് ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. രോഗാവസ്ഥയെക്കുറിച്ചും ശസ്ത്രക്രിയയെക്കുറിച്ചും ഡോക്ടർ മഹേഷ് ഭട്ട് വിശദീകരിച്ചു. ഈ ഒരു പർട്ടിക്കുലർ അസുഖം ഇത് ക്രേനിയോസിനോസ്റ്റോസിസ് എന്ന് പറയുന്ന അസുഖമാണ്. അത് ജനിതകമായിട്ട് വരുന്ന അസുഖമാണ്. ഏകദേശം ഒരു 2000 മുതൽ 2500 ഡെലിവറി കഴിഞ്ഞ് അതിനകത്ത് ഒരു കുട്ടിക്ക് ഈ അസുഖം വരാം. അത് ഗർഭത്തിൻ്റെ അകത്തുള്ള സമയത്ത് തന്നെ അതിനകത്ത് പല രീതിയിൽ പല ടൈപ്സ് ഉണ്ട്. അതിനകത്ത് തലമുടി ഡെവലപ്മെന്റ് കറക്റ്റായിട്ട് നടക്കില്ല. തല മൊത്തം ഒരു വളഞ്ഞിട്ടായിരിക്കും. അതേപോലെ തന്നെ അതിന്റെ സെക്കൻഡറി പ്രശ്നം എന്ന് പറഞ്ഞാൽ തലച്ചോറ് ഡെവലപ്മെന്റിനുള്ള സ്പേസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തലച്ചോറ് ഡെവലപ്മെന്റിന് ബാധിക്കും. കുട്ടികളുടെ ബുദ്ധിയുടെ കാര്യങ്ങൾ പഠിത്തമായിക്കോട്ടെ അതെല്ലാം പ്രശ്നങ്ങൾ ഓവർ ടൈം മോശമായി വരും. പിന്നെ അതേപോലെ തന്നെ മുഖത്തിന്റെ ഇപ്പൊ തലയും മുഖത്തിന്റെ എല്ല് കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് മുഖത്തിന്റെ എല്ലിന്റെയും വളർച്ചയ്ക്ക് ബാധിക്കും. മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടി വരുന്നു. അതേപോലെ തന്നെ കണ്ണിന്റെ കോങ്കൽ വരുന്നു. മൂക്ക് അടഞ്ഞു പോകുന്നു. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. ഇതൊക്കെ പ്രശ്നമായിട്ട് വരും. ഇത്തരത്തിലൊരു ചികിത്സാരീതി കണ്ണൂർ ജില്ലയിൽ എത്തിക്കുക എന്നത് തങ്ങളുടെ സ്വപ്നമായിരുന്നുവെന്നും മിതമായ നിരക്കിൽ ചികിത്സ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ ലഭ്യമാകുന്നത് രോഗികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുന്നതെന്നും കിംസ് ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റലിൽ വളരെ ചുരുക്കമായിട്ട് കൊച്ചിയിൽ മാത്രം ചെയ്യുന്ന ഒരു സർജറിയാണ്. അന്ന് ഈ സർജറി ചെയ്യാനായിട്ട് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്ന് ആൾക്കാർ കൊച്ചിയിൽ വരും. അതിന്റെ ചികിത്സാ ചെലവ് മാത്രം ഒരു 10 ലക്ഷം രൂപയുള്ള ചികിത്സാ ചെലവ്. ഇത് കണ്ണൂരിൽ തുടങ്ങണമെന്നായിരുന്നു നമ്മുടെ സ്വപ്നം. അത് കഴിഞ്ഞ ഇത്രയും നാൾ ഞാൻ പറഞ്ഞ ഒരു 14 മാസം കൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ അടുത്ത കാലത്ത് തന്നെ 2 ചെറിയ കുട്ടികൾ 6 മാസം 8 മാസം പ്രായമുള്ള കുട്ടികൾക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് സർജറി ഇവിടെ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രത്യേകമായ കാര്യം ആ കുട്ടികൾ വളരെ സന്തോഷമായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയും ചികിത്സാ ചെലവെടുക്കുകയാണെങ്കിൽ ഇന്ന് കൊച്ചിയിൽ ചെയ്യുന്നതിന്റെ ഒരു 30% മാത്രമേ ചികിത്സാ ചെലവായിട്ടുള്ളൂ. അതായത് 10 ലക്ഷം രൂപയ്ക്ക് കൊച്ചിയിൽ ഞാനോടൊപ്പം തന്നെ ചെയ്തിരുന്ന സർജറി കണ്ണൂരിൽ അതിനേക്കാളും റിസൾട്ട് നന്നായി കൊടുത്തുകൊണ്ടതിന് 3 ലക്ഷം രൂപയ്ക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ചികിത്സ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് കിംസ് ശ്രീചന്ദ് ട്രസ്റ്റിൽ പറയാറുള്ളത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ സുബിൻ ജോസഫ്, ഡോക്ടർ AP ഷിനാസ് ഹുസൈൻ, ഡോക്ടർ M വിദ്യ, ഡോക്ടർ ആശ വലിയ വീട്ടിൽ, ഡോക്ടർ കാർത്തിക് ഹരിശങ്കർ, ഡോക്ടർ അശ്വിൻ ജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.